Good afternoon, sir. Yes, good afternoon. Another Unnai, Eledaumi. Good afternoon, sir. Okay, Remia. Good afternoon. Good afternoon, sir. Adira, good afternoon. Good afternoon, sir. Rejisha, good afternoon. Good afternoon, sir. Okay, Ankita. Okay. Good afternoon, Bhavesh. Good afternoon, sir. Aji, good afternoon. Good afternoon, sir. Seena Jose, good afternoon. Good afternoon. Surya, good afternoon. Taslima, good afternoon. Okay. Okay. Hello. Good afternoon, sir. Good afternoon. How are you? My name is Marina. Very good. Very good. Very good. Your name is? I am five. Very good. Very good. Very good. Yes. Okay. Asura. Okay. Okay. Very good. Very good. Okay. 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 Yes. Let us start. Okay. Okay. Naomi. Who is prayer? Nana prayer. Okay. 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 Amisha Bargaru. Okay, sir. Wait a minute. ദൈവമേ കാത്തു കൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാദിക്കോരാവിടന്തോണി നിൻപദം അന്നവസ്റ്റാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു ധന്യ ഞങ്ങൾക്കു തമ്പുരാൻ നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും മൊഴിയുമൊക്കെ നീ ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. Okay. 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 Amisha. Okay. 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 Signing on ആരാണ്? ഞാനാണ് സർ. Yes. പറഞ്ഞോളൂ രജീഷ. Very good afternoon to one and all. Myself, Reshma Rajesh. We are excited to have you, sir, join us on this educational journey. Let us make the most of our time together and have a productive session. Thank you, Job sir, for guiding us. In the previous class, we had discussed about the articles. I would like to welcome Shonima for thought and Adira for action song. Once again, welcome you all. Thank you. Very good. Very good. Okay. Okay. Yes. Good afternoon, sir. Okay. Good afternoon, everybody. Today I am trying to convey an inspiration quote of late Ratan Tata. If you want to walk fast, walk alone. But if you want to walk far, walk together. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തേക്ക് പെട്ടെന്ന് എത്താൻ നമ്മൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ലക്ഷ്യം വളരെ അകലെയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പ്രയത്നിക്കണം. താങ്ക് യു. Yes. Okay. 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 Very good. Very good. ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ. Thought of action song.
സാറ് ആ ഞാനൊന്ന് യെസ്. പാടുന്നുണ്ട്. പക്ഷെ മോള് ഭയങ്കര വഴക്കാ. ആ ഓക്കെ ക്ലാസ് ഓക്കെ ഓക്കെ. അപ്പോൾ കഴിയുമ്പോഴത്തേനും കഴിയുമ്പോ പാടിയാ മതി. മതി നോ പ്രോബ്ലം. കുട്ടി റെഡിയായി ശാന്തമായി കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഇട്ടോളൂ, നമുക്ക് നേരത്തെ പരിഹരിക്കാം. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഓക്കെ സാർ. ഒരു ഏറ്റവും വലിയൊരു സംഗതിയുണ്ട്. നിയമം ആരോട് ചോദിക്കുക? അജി കെ എം. അജി കെ എം. അജി കെ എം കിട്ടിയില്ല. രജീഷ. രജീഷ. യെസ്. ഓക്കെ. സീന ജോസ്. Yes, sir. ഓക്കെ 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 ഓക്കെ. ഒറ്റ ചോദ്യം, പെട്ടെന്ന് ഉത്തരം പറ, നോക്കിയത്. മനുഷ്യൻ Okay. നിയമത്തിന് വേണ്ടിയോ നിയമം മനുഷ്യന് വേണ്ടിയോ? And go once again. നിയമം മനുഷ്യന് വേണ്ടിയോ മനുഷ്യൻ നിയമത്തിന് വേണ്ടിയോ? And the first one, mention the first one, sir. നിയമം മനുഷ്യന് വേണ്ടി അല്ലേ? Yeah, rules for human being. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതായിരിക്കണം. അതാണ് ഞാനിപ്പോ അച്ഛനോട് പറയാൻ ഉദ്ദേശിച്ചത് അല്ലേ? നിയമം ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നിയമത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ഓക്കെ. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ആർട്ടിക്കിളിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2 ടൈപ്പ് ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞു, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്താണെന്ന് പറഞ്ഞു, കോമൺ ആയിട്ട് അതിന്റെ ഉപയോഗങ്ങൾ വരുന്നത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ തന്നെ ഒരു ബാക്കിയായിട്ടുള്ള കോൺകോർഡ് എന്ന് പറയുന്ന ഒരു ടേമിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺകോർഡ്, CONCORD. ഈ കോൺകോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസിൽ, ആ സെന്റൻസിൽ ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ആ സെന്റൻസിൽ വരുന്ന വെർബും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ്. There is a relationship between the subject used and the verb used. ഉപയോഗിക്കുന്ന വെർബും ഉപയോഗിക്കുന്ന സബ്ജക്റ്റും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെയാണ് നമ്മൾ കോൺകോർഡ് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഗതി. The relationship between the subject used and the verb used. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. That is what is called concord. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഒരു സെന്റൻസ് വെച്ച് നോക്കിയിട്ട് അതിന്റെ സബ്ജക്റ്റ് ഏതാണ്, വെർബ് ഏതാണ് എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു വാചകം പറയാം. ആ വാചകം നിങ്ങളൊന്ന് എഴുതുക. They drink, DRINK, drink tea, 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 ചായ. ഓക്കെ, ഇനി ആ വാചകത്തിലോട്ട് നോക്കാം. They drink tea, അവർ ചായ കുടിക്കാറുണ്ട്. They drink tea. അപ്പൊ they എന്ന് പറയുമ്പോൾ ഒരു സബ്ജക്റ്റ് ആണ്. ആരാണ് ആക്ഷൻ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. They is a സബ്ജക്റ്റ് ആണ്. അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അതാണ് ഡ്രിങ്ക്, കുടിക്കുക. കേട്ടോ? അപ്പൊ ആ വെർബിന് നമുക്ക് വേണമെങ്കിൽ 3 ടെൻസ് പറയാൻ പറ്റും. കുടിക്കുക, കുടിച്ചു, കുടിക്കുക. ഓക്കെ, അതുപോലെ അപ്പൊ കുടിക്കുക, എന്ത് കുടിക്കുക, അതാണ് ഓബ്ജക്റ്റ്, ചായ. അപ്പൊ ആ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പേരാണ്, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പേരാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആണ്, വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിങ്ക് എന്ന് പറഞ്ഞാണ് വെർബ്. ഓക്കെ, അവർ ചായ കുടിക്കാറുണ്ട്. അപ്പൊ സബ്ജക്റ്റായി വെർബായി. യെസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ദേ സബ്ജക്റ്റ്, ഡ്രിങ്ക് വെർബ്. എന്ത് കുടിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഓബ്ജക്റ്റ്. അതും ഒരു പേരാണ്, ഒരു നൗൺ ആണ്, ഒരു പേര്. ഓക്കെ, ഇതേ വാചകത്തെ ഞാനൊന്ന് മാറ്റി പറയുകയാണ്. യെസ്, അമീഷ. Sir,
ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. അവർ ചായ കുടിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ ദേ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു. ഞാൻ അവർ എന്നുള്ളതൊന്നും മാറ്റിയിട്ട് അവിടെ അവൻ എന്നാക്കിയത്. അപ്പൊ എന്തോ ഒരു ഇംഗ്ലീഷ് അവൻ. ആ ഹി ഡ്രിങ്ക് ടീ Drink അല്ലേ? tea. അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത വാചകം എഴുതിക്കോളൂ. അപ്പോ ഞാൻ അടുത്ത വാചകം എഴുതിക്കും. ഹി DRINK ഡ്രിങ്ക് ടീ. DRINK ഡ്രിങ്ക് ടീ. ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ അമീഷ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താണ് നമുക്ക് നോക്കാം. നോക്കിയേ, ആദ്യത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കറക്റ്റ് ആണ്. ദേ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞപ്പോൾ അത് കറക്റ്റ് ആയി. ഓക്കെ നവമി. രണ്ടാമത് ഹി ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ തെറ്റാണ്. അത് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോ അമീഷ ഒരു ശുദ്ധഗതിക്കാരി ആയതുകൊണ്ട് കറക്റ്റ് അതുപോലെ അങ്ങനെ പറഞ്ഞു. യെസ്, ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മിസ്റ്റേക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അത് പ്ലൂറലാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞപ്പോ അവൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ എത്ര പേരുണ്ട്? ഒരാളുള്ളൂ. ഒരാളുള്ളപ്പോ സിംഗുലർ ആണ്. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആ വെർബിന്റെ കൂടെ ഒരു എസ് എന്നും കൂടി ചേർക്കും. അപ്പൊ ഡ്രിങ്ക് അല്ല കറക്റ്റ്, ഡ്രിങ്ക്സ് ആണ് കറക്റ്റ്. DRINK. പക്ഷെ ആദ്യത്തെ എസ് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ആദ്യം പ്ലൂറലാണ് പറഞ്ഞത്. അപ്പൊ നോക്കി, നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് അനുസരിച്ച് ഉപയോഗിക്കുന്ന വെർബിൽ വ്യത്യാസം വന്നതുകൊണ്ട് ആ സംഗതിയെ ഞാൻ ആദ്യം പറഞ്ഞത്. ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺകോർഡ്. അത് പിടികിട്ടിയാലോ? ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ എന്ത് വന്നു? എസ് വേണ്ടാന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഹി എന്ന് വന്നു കഴിഞ്ഞപ്പോ അവിടെ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു? എസ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണമെങ്കിൽ വേറൊന്നും മാറ്റി നോക്കാം. നിങ്ങൾ ഒരു മിനിറ്റ്. ഓക്കെ, അനീഷ. യെസ്, അനീഷയില്ല. അഞ്ജന. യെസ്. അൻകിത. യെസ്. ഇതെന്താണ് നമുക്ക് വേറെ ആരെയും വിളിച്ചിട്ട് കിട്ടാത്തത്? അവിടേക്ക് ഇത് വെറുതെ ഓണാക്കി വെച്ചിട്ട് വേറെ വഴിക്ക് പോവേണ്ട അൻകിത. കുഞ്ഞിനെ ഓർമ്മിക്കുന്നുണ്ടോ? ഓക്കെ അൻകിത, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോ അവർ ചായ കുടിക്കാൻ ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഹി ഡ്രിങ്ക്സ് ടീ എന്ന് പറഞ്ഞു. ഒരാളായി പറഞ്ഞാൽ മതി, എഴുതുന്നില്ല. നിങ്ങൾ ചായ കുടിക്കാറുണ്ടെന്നാണെങ്കിൽ എന്ത് വരും? I drink tea. ഞാനല്ല, നിങ്ങൾ. നിങ്ങൾ മീൻസ് അവര്. I mean okay. You drink tea അല്ലേ? Okay. You drink tea. അപ്പൊ ഞാൻ സംശയം ചോദിക്കുന്നത് എനിക്കുള്ളതാണ്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഏകവചനമാണോ ബഹുവചനമാണോ? അതാണ് ചോദ്യം. ബഹുവചന സർ. അതെ. ഇപ്പൊ അൻകിത അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് അൻകിതനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ അൻകിത മാത്രമല്ലേ ഉള്ളൂ അവിടെ. ഓക്കെ, മീൻസ് എനക്ക് മലയാളം ഫുൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ട് സർ. നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ അൻകിത. Means it's a singular sir. For referring one person is a singular. Okay. Yes, very good. Ankita, your calculation is very right. ഞാൻ പറഞ്ഞു വരാം. അപ്പൊ ഒരാളുള്ളെങ്കിലും എനിക്കത് നിങ്ങൾ എന്ന് വിളിക്കാം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ സിംഗുലർ ആയിട്ടും നമുക്ക് യു എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം. അതുകൊണ്ട് യു എന്ന് പറയുന്നതിന്റെ കൂടെ എസ് വേണ്ട. അതുകൊണ്ടാണ് യു ഡ്രിങ്ക്സ് ടീ എന്ന് പറയാതെ യു ഡ്രിങ്ക് ടീ എന്ന് പറയുന്നത്. അപ്പൊ യു എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം, യു എന്ന് പറയുമ്പോൾ ഒരാളല്ലേ ഉള്ളൂ, എസ് വേണ്ടേ? എസ് വേണ്ട. കാരണം യു ഒരാൾക്കും ഉപയോഗിക്കാറുണ്ട്, ഒന്നിലധികം
ആളുകൾക്ക്. അപ്പൊ പ്ലൂറലായിട്ട് എപ്പോഴും സങ്കല്പിച്ചാൽ മതി. യെസ്. ഇനി അടുത്തത് ഷോണിമ. Yes, sir. ഓക്കെ. ഞാൻ ചായ കുടിക്കാറുണ്ട്. എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഞാൻ ചായ കുടിക്കാറുണ്ട്. I drinks tea. ഡ്രിങ്ക് ആണ് ഡ്രിങ്ക്സ് ആണ്? എനിക്ക് അവിടെയാണ് ഡൗട്ട്. ഞാനല്ലേ ഞാൻ. ഞാൻ. I drinks. യെസ് വേണം അല്ലേ? ഓക്കെ. അപ്പൊ യെസ് I think so. മൊത്തം കൺഫ്യൂഷൻ ആയല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. യെസ് അവിടെ ചേർക്കാൻ സോണിമിനെ പ്രേരിപ്പിച്ച കാരണം എന്താണ്? I എന്ന് പറയുന്നത് സിംഗുലർ ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു യു എന്ന് പറയുമ്പോൾ ഒരാളുള്ളെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളെങ്കിൽ യു എന്ന് പറയാം. അതുകൊണ്ട് യെസ് വേണ്ട എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഞാൻ ചായ കുടിക്കാറുണ്ട്. ഞാൻ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഐ എന്ന് പറയുമ്പോൾ യെസ് വേണ്ടേ എന്ന് ചിന്തിക്കും. അതാണ് ഷോണിമ എന്ന് പറഞ്ഞത് അവിടെ യെസ് ചേർത്ത് പറഞ്ഞത്. എന്തുകൊണ്ടാണത്? നേരായ വഴിക്ക് ഫ്ലാറ്റ് ആയിട്ട് ചിന്തിച്ചു. പക്ഷേ ഇംഗ്ലീഷില് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷനിൽ പെട്ട ഒന്നാണ് ഐയുടെ കൂടെ എസ് ചേർക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതും നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഐ സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ എസ് ചേർക്കേണ്ടതില്ല. ഇത് ഇത്രയും കാര്യം നമ്മളൊന്ന് ഓർത്തിരിക്കണം. സബ്ജക്ട് സിംഗുലർ ആണ്, എസ് ചേർക്കണം. പക്ഷെ സബ്ജക്ട് യു ആണ് ചേർക്കണ്ട, സബ്ജക്ട് ഐ ആണ് ചേർക്കേണ്ടത്. കണ്ട? അപ്പൊ നോക്കി, ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. യെസ്, പിടികിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അതായത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, V1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ എസ് ചേർക്കുക, പ്ലൂറൽ ആണെങ്കിൽ ചേർക്കേണ്ടത്. ഐ എന്നുള്ളതിന്റെ കൂടെ യു എന്നുള്ളതിന്റെ കൂടെയും എസ് ചേർക്കേണ്ടത്. ഇതൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെച്ചേക്കും. യെസ്. അടുത്തൊരു വാചകം. രാമൻ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. അതൊരു വാചകം. അതിന്റെ അടിയിൽ അടുത്ത വാചകം എടുക്കുക. രാമൻ ആൻഡ് സീത are going to forest. Okay. ഇനി ഇവിടെ നോക്കാം. ഈ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഈസ് ആം ആർ ഇതിന്റെ മൂന്നിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. ആകുന്നു. അത് ഈസ് ആം ആർ. അത് സബ്ജക്റ്റ് വന്നനുസരിച്ച് ഏതാണ് ഈസി ചേർക്കേണ്ട സ്ഥലത്ത് ഈസി ചേർക്കുക, ആറ് ചേർക്കാനുള്ള സ്ഥലത്ത് ആറ് ചേർക്കുക, ആം ചേർക്കേണ്ട സ്ഥലത്ത് ആം ചേർക്കുക. ഐ ആണെങ്കിൽ ആമ വരുള്ളൂ, ഒരെണ്ണം ഉള്ളെങ്കിൽ ഈസ വരുള്ളൂ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആറാവും. ഓക്കെ, ഇതാണ് എന്റെ. അപ്പോ ഈസിന്റെയും ആമിന്റെയും ആറിന്റെയും അർത്ഥം ആകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് വിഷയം നോക്കുക. ഇവിടെ നമ്മൾ ആദ്യത്തെ വാചകം നമ്മൾ നോക്കി കഴിയുമ്പോൾ നോക്കിയേ, രാമ ഈസ് ഗോയിങ് ടു ഫോറസ്റ്റ്. രാമൻ എന്ന് പറയുമ്പോൾ ഒരു പേരാണ്, അപ്പൊ അതൊരു സബ്ജക്റ്റ് ആണ്. ഈസ് ആകുന്നു, അത് വെർബാണ്. അതിന് മൂന്ന് കാലങ്ങൾ നമുക്ക് പറയാം. ആകുന്നു, ആയിരുന്നു, ആയിരിക്കും. കണ്ടോ? യെസ്. അപ്പോ ആകുന്നു. പിന്നെ എന്താകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞ എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്കത് അങ്ങനെ വിട്ടുകളയാം എന്താ കാലത്തേക്ക്. അപ്പൊ രാമൻ എന്ന് പറയുമ്പോൾ ഒരാളെ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഈസ് ഉപയോഗിച്ചത്. ഒരാൾ വരുമ്പോൾ ഈസ് മതി. നേരെ മറിച്ച് രണ്ടാമത്തെ വാചകം നോക്കിയേ, രാമൻ ആൻഡ് സീത. അപ്പൊ രാമൻ മാത്രമല്ല അവിടെ, പിന്നെ ആരും കൂടി പോകുന്നുണ്ട്? സീതയും. അപ്പൊ രണ്ടുപേരായപ്പോ എന്തായി? പ്ലൂറലായി. അപ്പൊ അവിടെ ഈസ് ഉപയോഗിച്ചത് തെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചത്? ആർ ഉപയോഗിച്ചത്. യെസ്. അപ്പൊ ഈസ് ഉപയോഗിക്കണോ, ഈസ് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കണോ, ആർ എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കണോ എന്നുള്ളത് ഉപയോഗിച്ച സബ്ജക്റ്റിന് നോക്കിയിരിക്കുകയാണ്.
രാമൻ മാത്രമുണ്ടെങ്കിൽ എന്ത് മതി? ഈസ് മതി. രാമനും സീതയും എന്ന് വന്നപ്പോ ആറ് കണ്ടോ? യെസ്. ഇനി സീത മാത്രം ഉള്ളെങ്കിലോ സബ്ജക്റ്റ്, അപ്പോഴും ഈസ് മതി, ഒരാളെ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വെർബും തമ്മിലൊരു ബന്ധമുണ്ട്. ഈസ് വേണോ, ആം വേണോ, ആറ് വേണോ എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെയും നമുക്ക് പറയാം there is a relationship between the subject used and the verb used. So that relationship is called concord. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോർഡ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ, വെരി ഗുഡ്. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആതിര കിരൺ. ആതിര. യെസ്. ആതിര ശ്രീജേഷ്. ആതിര എം. Yes, sir. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ചു ആതിരന്മാരൊക്കെ ഇന്ന് കൂട്ടത്തോടെ അവധിയായിരിക്കുന്നു. യെസ്, ആതിര എം, വെരി ഗുഡ്. ആതിര. Okay, sir. ശബ്ദമില്ല ആതിര, അത് പവറിൽ പറയും. യെസ്, ഓക്കെ. ഞാനൊരു വാചകം പറയാം, ആ വാചകം ആതിര ഒന്ന് ഫില്ല് ചെയ്യണം. ഓക്കെ, വാചകം ഇതാണ്. പറയട്ടെ? Okay, sir. ആ, വേണു ആൻഡ് വീണ. ശ്രദ്ധിച്ചോളാം. വേണു ആൻഡ് വീണ. വീണ dash dash. Okay. 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 Dash drinking tea. Venu and Veena dash drinking tea. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ഒരു കോമിട്ടിട്ട് ആർ ഉണ്ട്, ഒരു കോമിട്ടിട്ട് ആം ഉണ്ട്. ഏത് ഉപയോഗിക്കണം? 6. എന്തുകൊണ്ട് ആറ് ഉപയോഗിക്കാൻ കാരണം? വേണു ആൻഡ് വീണ രണ്ടുപേരുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. യുവർ കാൽക്കുലേഷൻ ഈസ് വെരി റൈറ്റ്. യുവർ ഇമാജിനേഷൻ ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ശരിയാണ്, ശരിയാണ്. അപ്പൊ അത് പിടികിട്ടിയാലോ? രണ്ടുപേരുണ്ട് അവിടെ. രണ്ടുപേരുള്ളതിന്റെ പേരിൽ അവിടെ എന്ത് ഉപയോഗിച്ചു? ആറ് ഉപയോഗിച്ചു. കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആതിര എം ആണ് ഇപ്പൊ വന്നത്. ഇനി ധന്യ സുധി. ഓക്കെ, ധന്യ അടുത്ത വാചകം ഇവിടെ എല്ലാവരും എഴുതുക കേട്ടോ. എഴുതിക്കോ, ധന്യം എഴുതിക്കോ. ബ്രെഡ്, BREAD, ബ്രെഡ് ആൻഡ് ബട്ടർ, BUTTER. ബ്രെഡ് ആൻഡ് ബട്ടർ dash ready for, READY, ready for breakfast, BREAK, breakfast, FAST. ഓക്കെ, അപ്പൊ ഞാൻ കൂടി പറയാം. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് റെഡി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ ധന്യയുടെ ടാസ്ക് എന്താന്ന് വെച്ചാല് അത് ഫില്ല് ചെയ്തേ, സിമ്പിൾ ആയിട്ട്. ധന്യ മറുപടി പറഞ്ഞോളൂ. പറയാമേ. ഓക്കെ ഓക്കെ. ആണോ? അങ്ങോട്ട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കാനുള്ള എല്ലാ വീഡിയോ ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ഈസ് വേണം, ആറോ ഇഷ്ടമുള്ളത്. ഈസ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഗൗതമി ബാലൻ. ഓക്കെ, തിരിച്ചു വിടാം. ഗൗതമി ബാലൻ. ഗൗതമി ബാലനില്ല.
Gladys Babu. Gladys Babu illa. Hafna Nasir. Hafna Nasir illa. Ginny Johnny. Sir. Yes. പറയൂ ജിനി ജോണി. ജിനി ജോണി ആണെങ്കിൽ അവിടെ ഈസി ആർക്കും അറിയാർക്കും അതാണ് ചോദ്യം. 6 റെഡി. കാരണം 2 എണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ, ഞാൻ ആരോട് ചോദിച്ചു നോക്കൂടെ. ജിസ്ന അവിടെ 6 ആണ് സാർ. ബ്രെഡും ബട്ടറും ആണ്, രണ്ടും ഉള്ളത് കൊണ്ട് അവിടെ 6 വരും. 6 വരും. ഓക്കെ. ഇനി നമുക്ക് വിഷയത്തോട് വരാം. ഇങ്ങനെ ചില കുഴപ്പം പിടിച്ച വാചകങ്ങൾ ഇംഗ്ലീഷിൽ, അതാണ് നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദ്യം വരും. അപ്പൊ നമ്മുടെ ശുദ്ധ മനസ്ഥിതി കൊണ്ട് നമ്മളവിടെ 6 ചേർക്കും. 6 ചേർത്താൽ തെറ്റാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കൺഫ്യൂഷൻ തോന്നും. അതെങ്ങനെ എഴുതിട്ടുണ്ട്? അവിടെ ബ്രെഡും ഉണ്ട്, പിന്നെ ബട്ടറും ഉണ്ട്, 2 എണ്ണം ഇല്ലേ? നേരത്തെ രാമനും സീതയും വന്നപ്പോ നമ്മൾ അവിടെ 6 ചേർത്തതല്ലേ? മുൻകാല പ്രാബല്യം അവിടെ വേണ്ടേ? അവിടെ 1 ഇവിടെ 1 ആണെങ്കിൽ പറയാൻ പറ്റുമോ? അതാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള പ്രത്യേകത. ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. എഴുതുന്നതൊന്ന്, പറയുന്നതൊന്ന്, വായിക്കുന്നതൊന്ന്, അർത്ഥം വേറൊന്ന്. അത് പണ്ട് ഒരു വിദേശി ഇന്ത്യയിൽ വന്നു, കേരളത്തിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന് മലയാള ഭാഷ പഠിക്കുന്നത് ഭയങ്കര താല്പര്യം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കുശിനിക്കാരനോട് പറഞ്ഞു, നമ്മുടെ പാവം കുട്ടപ്പച്ചേട്ടൻ പറഞ്ഞു, ഓക്കെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പൊ സായിപ്പ് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഞാൻ സായിപ്പിനെ മലയാളം പഠിപ്പിക്കും. അങ്ങനെ അവരെ ധാരണയിലും. അപ്പൊ അവരമ്മ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഒരു തമാശക്കാരനായ ഒരു കുട്ടപ്പച്ചേട്ടനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ സായിപ്പ് ഒരു ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂച്ച അതിലെ പോയി. അപ്പൊ സായിപ്പ് ബോർഡിൽ എഴുതി CAT. അവന് വായിക്കുന്നത് CAT എന്നാണ്. അവന് വായിക്കുന്നത് എന്താണ്? ക്യാറ്റ് എന്ന് വായിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? പൂച്ച. അപ്പോ ഈ കുട്ടപ്പൻ പറഞ്ഞു, ഇത് ഈ ഇംഗ്ലീഷ് ഭാഷ നമുക്ക് പറ്റില്ല കേട്ടോ. എന്താണ്? ഞങ്ങളിവിടെ പൂച്ചാന്ന് എഴുതും, പൂച്ചാന്ന് വായിക്കും, അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? പൂച്ചാന്ന് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ കുറെ എക്സെപ്ഷൻസ് കാണും. ഇവിടെ അതേപോലത്തെ എക്സെപ്ഷൻ്റെ അത് 1 കിടപ്പുണ്ട്. നോക്കിയേ, ബ്രെഡ് ആൻഡ് ബട്ടർ. അതായത് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ ചിന്തിക്കരുത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് വിദേശ ഭാഷയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്. അമേരിക്കയിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്, ബ്രിട്ടനിൽ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. വി ആർ യൂസിങ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. അപ്പോ സായിപ്പ് ബ്രെഡ് കഴിക്കാന്നുണ്ടെങ്കിൽ അതിന് കൂടെ ബട്ടർ ഉണ്ടാവും. അപ്പൊ അത് രണ്ടും 2 ഐറ്റം ആണെങ്കിലും അത് ഒന്നായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്. നമ്മളിവിടെ ബ്രെഡ് ഉണ്ടെങ്കിലും, കോഴിയുടെ ചാറാണെങ്കിലും, ഇറച്ചിയുടെ ചാറാണെങ്കിലും, ഇതൊന്നുമില്ലെങ്കിലും ആ ചായയിലെങ്കിലും മുക്കിയെങ്കിലും നമ്മൾ കഴിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന പോലെ ചിന്തിക്കരുത്. അപ്പൊ സായിപ്പിന്റെ ഭക്ഷണമാകുമ്പോൾ ഇഫ് ദർ ഇസ് എ ബ്രെഡ് ദർ ഇസ് എ ബട്ടർ, അതുണ്ടാവും. അത് രണ്ടും ഒന്നായിട്ടാണ് അവർ സങ്കല്പിക്കുന്നത്. ബ്രെഡ് ഉണ്ടാ, ബട്ടർ ഉണ്ട്. യെസ്. അതുകൊണ്ട് അത് 2 ആയിട്ട് തോന്നുമെങ്കിലും അതിനെ 1 ആയിട്ട് കണക്കാക്കുക. ചില ഭാര്യ ഭർത്താക്കന്മാരില്ലേ, 2 പേരുണ്ടാവുമെങ്കിലും 1 ആയിരിക്കുമല്ലേ? യെസ്. അതുപോലെ എന്ത് കണക്കാക്കുക? 1 ആയിട്ട് കണക്കാക്കുക. അപ്പൊ ഇവിടെ വേണ്ടത് ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് ആണ്. ഈസ് കറക്റ്റ്. അപ്പൊ 6 പറഞ്ഞവരെ ഞാൻ കുറ്റം പറയില്ല, കാരണം അവര് നല്ല രീതിയിൽ ചിന്തിച്ചു. അതുകൊണ്ടാണ് അത് വന്നത്. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കും, ബ്രെഡ് ആൻഡ് ബട്ടർ. യെസ്. അപ്പൊ അവിടെ ഈസ് വരും. ഇനി നിങ്ങൾക്കറിയാൻ പറ്റുന്ന പോലെ സൈഡിൽ എന്തെങ്കിലും മലയാളത്തിൽ അങ്ങ് കുറിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പോലെ തന്നെ കണ്ടാ 2 ആയിട്ട് തോന്നുമെങ്കിലും ഒരുമിച്ച് വരുന്ന വേറൊരു വാക്കാണ് ബ്രാൻഡി ആൻഡ് സോഡ. നമ്മുടെ നാട്ടിൽ മദ്യപിക്കുന്ന ആളുകൾ പച്ചവെള്ളം ഒഴിച്ചു വെള്ളം ഒഴിക്കാതെയും കഴിക്കുന്നുണ്ടാവാം. പക്ഷെ സായിപ്പ് മദ്യപിക്കുമ്പോൾ അത് നിർബന്ധമാണ്. അപ്പൊ ഇഫ് ദർ ഇസ് എ ബ്രാൻഡി ദർ ഇസ് എ സോഡ. അപ്പൊ ബ്രാൻഡി ആൻഡ് സോഡ ഈസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോറി, ആർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈസ് എന്ന് പറഞ്ഞാലാണ് കറക്റ്റാണ്. ബ്രാൻഡി ആൻഡ് സോഡ ഇതും അതുപോലെ വരുന്നൊരു വാക്കാണ്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ വരുന്ന വേറൊരു വാക്കുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ഒരു പഴഞ്ചൊല്ല് പോലെ അത് പഠിച്ചിട്ടുണ്ടാവും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. വിന്നല്ല, നമ്മൾ നേരത്തെ നോക്കില്ല, അവൻ ഒരാളുള്ളെങ്കിൽ എസ് ചേർത്ത് സ്ലോ ഒരു സബ്ജക്റ്റ് ആയി, സ്റ്റഡി അടുത്ത സബ്ജക്ട്. അപ്പൊ 2 എണ്ണം ഉണ്ട്. അപ്പൊ എസ് വേണ്ട ഇവിടെ.
പക്ഷേ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളത് സിംഗുലർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് വിൻ എന്ന് പറഞ്ഞ തെറ്റും വിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയുമാകുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ബ്രെഡ് ആൻഡ് ബട്ടർ, സ്ലോ ആൻഡ് സ്റ്റഡി, ബ്രാൻഡി ആൻഡ് സോഡ, ഇതൊക്കെ സിംഗുലർ സബ്ജക്റ്റേ വരും. കാണുമ്പോൾ നമുക്ക് പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് വരും. യെസ്. അടുത്ത ചോദ്യം ആരോടാണ്? ഇപ്പൊ പറഞ്ഞാരാണ്? ജിനിയല്ലേ പറഞ്ഞത്? ജിനിയാണ് പറഞ്ഞത്. ഓക്കെ ജിസ്ന പറഞ്ഞല്ലേ. ഇനി മെറിൻ. മെറിനില്ല. മിന്നു, വിഷ്ണുപ്രിയ. യെസ്. എന്ത് പറ്റി മിന്നു? നമ്മുടെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അവരെ ഒന്നും റിയാക്ട് ചെയ്യണില്ലല്ലോ. ചോദ്യം പറയാനില്ലാത്തതുകൊണ്ട് വിളിച്ചിട്ട് റിയാക്ട് ചെയ്യാത്തതാണോ? അല്ലെങ്കിൽ സാറിന് ആശ്വാസമായിക്കോട്ടെ ഞങ്ങൾ ഇവിടെ ഉണ്ട് വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവർ ഓണാക്കി വെച്ചിട്ട് പോയതാണോ? യെസ്. ഓക്കെ. ഇതൊന്നും മിന്നിനോട് പറയേണ്ട കാര്യമില്ല, കാരണം മിന്നു വിളിച്ചപ്പോ വന്നതാണ്. യെസ്. അപ്പോ എങ്കിലും ഞാൻ പറയാണ്. അപ്പൊ മിന്നു, അടുത്തൊരു വാചകം ഞാൻ പറയാണ്. ആ വാചകം നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യണം. എല്ലാവരും എഴുതിക്കോ. ചോദ്യം ഇതാണ്: എ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ dash on the wall, WALL, a black and white photo dash on the wall. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ. മിന്നുവിന് ഫില്ല് ചെയ്യാം. മിന്നുവിന് എന്താണ് ശരി തോന്നുന്നത്? ഓരോരുത്തരും മനസ്സിൽ ഫില്ല് ചെയ്തോട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ മിന്നുവിനോട് ചോദിച്ചെങ്കിലും ഓരോരുത്തരും മനസ്സിൽ ഞാൻ പറയുമ്പോൾ ഒരു ആൻസറിന്റെ ഒപ്പം നിൽക്കുക. അത് നമുക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിനൊപ്പം നിൽക്കും. യെസ്, പറഞ്ഞോളൂ മിന്നു. ഈസ് പറഞ്ഞു. ഓക്കെ. മിന്നു ബിനോയ്. യെസ്. നവമി. പറഞ്ഞോളൂ നവമി. നവമി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഈസ് വരും. എന്തുകൊണ്ടാണ് നവമിയോട് ഈസ് വെക്കാൻ കാരണം? എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് കളർ ഉണ്ടല്ലോ, ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം തോന്നുമെങ്കിലും അത് എന്തായിട്ട് കണക്കാക്കണം? സിംഗുലർ ആയിട്ട് കണക്കാക്കണം. അപ്പൊ അവിടെ നമുക്ക് എന്ത് വേണ്ടത്? ഈസ് വേണം എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. നവമിയുടെ ആൻസറും മിന്നു വിഷ്ണുപ്രിയ പറഞ്ഞ ആൻസറും കറക്റ്റ് ആണ്. ഓക്കെ. ഞാൻ അടുത്തൊരു വാചകം പറയുന്നു. എനിക്ക് ഏതാണ്ട് ഇതുപോലെ എ ബ്ലാക്ക് ആൻഡ് a white photo dash on the wall. A black and a white photo dash on the wall. Okay. ഇനി നിമ്മി സേവിയർ. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട് കേട്ടോ. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. ഒരു വിഷയം. ഓക്കെ സർ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ആർ ചേർക്കുന്നു. നിമ്മി അവിടെ 6 ചേർത്ത്. അപ്പൊ നൂറിഷ. ആർ ചേർത്ത്. പ്രിയ
6 ആയിരിക്കും സാറേ വരുന്നത്. 6 ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ, വിഷമിച്ചാണ് പ്രിയ പറയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ആര് എല്ലാവരും പറഞ്ഞിട്ട് ഞാനായിട്ട് യോജിച്ചില്ല എന്ന് പറയുന്നത് ഞാനായാലും കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. അവിടെ നോക്കി, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ്, രണ്ട് ഫോട്ടോ. അപ്പൊ രണ്ടാമത്തേൽ അവിടെ എ ഇല്ലാന്ന് വിചാരിക്കും. ആദ്യം പറഞ്ഞ നോക്കി എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഫോട്ടോ ഉള്ളു, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സിംഗിൾ ആണ് സബ്ജക്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ എ ബ്ലാക്ക് എ വൈറ്റ്, കറക്റ്റ് ആണ്, 6 ആണ് ആൻസർ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഓക്കെ, ഞാൻ എഴുതിയിട്ട് പറയാം. ദ സെക്രട്ടറി SECRETARY, secretary, and treasurer, TREASURER, treasurer of the committee, 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 dash present in the meeting, അപ്പൊ ഞാനൊന്ന് പറയാം. The secretary and treasurer of the committee dash present in the meeting. രമ്യ പ്രിയ പറഞ്ഞു. ഇനി രജീഷ് രാജൻ. ഓക്കെ, ബ്രാക്കറ്റിൽ ഈസും ഉണ്ട് ആറും ഉണ്ട്. ഓക്കെ, ദ സെക്രട്ടറിയും ആൻഡ് ട്രഷറർ, ഖജാൻജിയും, കമ്മിറ്റിയിലെ ഖജാൻജിയും സെക്രട്ടറിയും ഡാഷ് പ്രസന്റ് ഇൻ ദ മീറ്റിംഗിലുണ്ട്. ഈസ് വരും, ആറ് വരും. ഈസായിരിക്കും. അതെന്തുകൊണ്ടാ ഈസ്? രണ്ടുപേരില്ലേ, ഖജാൻജി സെക്രട്ടറി ഇല്ലേ? നമ്മള് നേരത്തെ പറഞ്ഞ പോലെ സെക്രട്ടറി ഉണ്ടെങ്കിൽ ട്രഷറും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ, ഞാൻ ഉത്തരം ശരിയാണോ തെറ്റാണെന്ന് പറയുന്നില്ല. നമുക്ക് ഒരാളെ വിളിക്കാം. രമ്യ രജീഷ്. രമ്യ എന്ത് പറയുന്നു? രമ്യയുടെ അഭിപ്രായം എന്താണ്? എപ്പോഴും എപ്പോ വീണും മുയില് ചാവണമെന്നില്ല കേട്ടോ, അത് ആലോചിച്ച് പറഞ്ഞാൽ മതി. കറക്റ്റ് ഒന്ന് ശരിക്കും. രണ്ടും 2 പേഴ്സൺസ് ആയോണ്ടാണോ? രണ്ട് പൊസിഷൻ ആയോണ്ട് 6 ആണോ? 6 ആണോ? അപ്പൊ 6 ഉറപ്പിച്ച. ഓക്കെ, നമുക്ക് ഒരാളെ കൂടി ചോദിക്കാം. നമുക്കൊരു അഭിപ്രായം. 2 പേരാകുമ്പോ ഇനി ഒരാൾ കൂടി വന്നാലാണ് നമുക്ക് 3 പേർ ഒറ്റ സംഖ്യ വരുമ്പോഴാണ് നമുക്ക് ഭൂരിപക്ഷം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സജ്ജന ആൻഡോ. എന്ത് പറയുന്നു? സജ്ജനയുടെ അഭിപ്രായം എന്താണ്? 6 ആണെന്നാണ്, 2 പേഴ്സണിന് കണക്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. സെക്രട്ടറി ആൻഡ് ട്രഷറർ, സെക്രട്ടറിയും ഖജാൻജിയും. ട്രഷറർ എന്ന് പറഞ്ഞാൽ ഖജാൻജി അറിയാലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി നമ്മൾ നിയമം പറയണം കേട്ടോ. അതൊക്കെ ഇവിടെ 6 അല്ല വരെ, ഈസ് ആണ് വരെ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, എന്തുകൊണ്ടാണത്? ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ. അതിന്റെ അർത്ഥം സെക്രട്ടറിയും ട്രഷററും ഒരാളാണെന്നാണ്. സെക്രട്ടറിയും ട്രഷററും ഒരാളായതുകൊണ്ടാണ് ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറഞ്ഞേക്കുന്നത്. നേരെ മറിച്ച് അത് രണ്ടും രണ്ടാളാകണമെങ്കിൽ എങ്ങനെ പറയണമെന്ന് അറിയാമോ? ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ. ആർട്ടിക്കിൾ ഈ വരുമ്പോ വ്യത്യാസം വരുന്നുണ്ട്. ദി സെക്രട്ടറി ആൻഡ് ദി ട്രഷറർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായി? 2 പേര്. അതല്ല എങ്കിൽ സെക്രട്ടറിയും ട്രഷററും കൂടെ ഒരാളാണ്. ആ ഒരു ദി എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസം വന്നു. നമ്മൾ ഇതൊക്കെ നോക്കാതെ തോന്നിയ പോലത്തെ ദി എടുത്ത് ഈസ് എടുത്ത് വാസ് ഇട്ടൊക്കെ തകർന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ എടുക്കട്ടെ. ദി എടുക്കട്ടെ. ഇത് ഈ ആർട്ടിക്കിൾ കയറി വരുമ്പോ അതിന്റെ ഡിഫറൻസ് വരുന്നത് ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ ഒരാളാണ്. സെക്രട്ടറിയും ട്രഷറും ഒരാളാണ്. നേരെ മറിച്ച് ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് പറയുമ്പോൾ 2 പേരെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ അർത്ഥം എന്താണ്? ഈസ് അവരുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുള്ളൂ, കുഴപ്പമില്ല, ഈസ് വരുള്ളൂ.
ഇനി നമുക്കത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കൂടി നമുക്ക് വേറെ ഒന്ന് ചെയ്യാം. ഇരിക്കും. The secretary and the treasurer, അവിടെ തീയാണ്. The secretary and the treasurer of the committee dash present in the meeting. Yes. Okay. Ready? Okay, ready. അത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ ഈസ് കൂടെ ആറൂടെ. സമീറ സീന ജോസ്, അപ്പൊ ഇവിടെ എന്ത് വരും സീനയുടെ അഭിപ്രായത്തില്? According to me, it will be R because the secretary and the treasurer appointed particular. Very good. Okay. This secretary വന്നിട്ടുണ്ട്, the treasurer, two different person. So അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? R ഉപയോഗിക്കുന്നു. Very good. അത് ഇപ്പൊ മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇതേപോലെ ചോദ്യം വന്നു കഴിയുമ്പോൾ ചാടി കയറി ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ വെക്കരുത്. ഒന്ന് ചിന്തിക്കുക. ഇത് അന്ന് നമ്മൾ ഇന്ന പോലെ ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇത്രയും രീതിയിൽ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറക്കരുത്. യെസ്. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു ചോദ്യം തരികയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം. എനിക്ക് മൈ അങ്കിൾ and my guardian, GUARDIAN, my uncle and my guardian dash going to school, SCHOOL. My uncle and my guardian dash going to school. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ അഞ്ജന ഈസ് എന്ന് പറയുന്നു, രമ്യ ആർ എന്ന് പറയുന്നു. യെസ്. അമീഷ ആർ എന്ന് പറയുന്നു, ഷോണിമ ആർ എന്ന് പറയുന്നു, സിനു ആർ എന്ന് പറയുന്നു, ഷെഫീല ഈസ്, നവമി ആറ്, ശ്രീലക്ഷ്മി ആറാണ്ട്, അൻകിത, സാൻഷു, സജന, ധന്യ, അനീഷ, ജിനി, തസ്ലീമ, സൗമ്യ, സിയ, അവരൊക്കെ ആറെന്ന് പറയുന്നു. ഓക്കെ. യെസ്. അതെനിക്കറിയാം അല്ലേ? ഓക്കെ സമീറ, വെരി ഗുഡ്. ഓക്കെ. നമുക്കിനി നോക്കാം. എന്റെ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, എന്റെ ഗാർഡിയൻ. അപ്പൊ അവിടെ രണ്ടുപേരെ, മനസ്സിലായ? രണ്ടുപേരെ. നേരെ മറിച്ച് ആ രണ്ടാമത്തേതില് മൈ എന്ന് പറയുന്ന വേടില്ല എന്ന് വിചാരിക്കും. അത് വേറൊരു രീതിയാന്നിരിക്കും. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ അത് ഒരാളാണ്, എന്റെ അങ്കിള് ആയിട്ടുള്ള ഗാർഡിയൻ. അപ്പൊ അങ്കിളും ഗാർഡിയനും അവിടെ ഒരാളാണ്. നേരെ മറിച്ച് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു, മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, അപ്പൊ രണ്ടുപേരെ. അപ്പൊ ഇവിടെ ആറാണ് കറക്റ്റ്. ഓക്കെ. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആറാണ്, രണ്ടുപേരായി. പക്ഷെ അത് രണ്ടുപേരല്ലാതെ ഒരാളാക്കാമായിരുന്നു. എങ്ങനെ? രണ്ടാമത്തേതിൽ നിന്ന് ആ മൈ എന്ന് പറയുന്ന വേർഡ് അങ്ങനെ കളഞ്ഞ രണ്ടുപേരും ഒരാളായി. അപ്പൊ അത് നമുക്ക് അതിന്റെ ഇടയിൽ എഴുതാം. എനിക്ക് മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, GUARDIAN, guardian, dash going to school. Okay. Amisha, Anjana, Ramya, Seena, Srilakshmi, Sia, Ginny. Okay, Noor,
ന്യൂറിഷ, അജി, സജന, സൗമ്യ, ഓക്കെ, തസ്ലീന, പ്രിയ, ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, ധന്യ, ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ അത് പിടികിട്ടിയാലോ, ഈ ഒരു ടെക്നിക്ക് പിടികിട്ടിയാലോ. ഓക്കെ, എനിക്കിത് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഈ ഉടക്ക് സ്ഥലങ്ങളൊക്കെ, കാരണം എന്താണ്, എന്നാലല്ലേ നിങ്ങൾ തെറ്റിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അത് ശരിയാക്കില്ലേ. അപ്പൊ ആ സംഭവമാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഇപ്പൊ ചില വാക്കുകൾ നമ്മൾ പറഞ്ഞു വന്നത് ഒരാളുണ്ടെങ്കിൽ സിംഗുലർ ആയിട്ട് കണക്കാക്കും, പക്ഷെ ചില വാക്കുകൾ സിംഗുലർ ആയിട്ട് പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ ആയിരിക്കും. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷന്റെ രീതി ഒന്ന് നോക്കിയിട്ട് വേണം നമുക്കത് പറയാനായിട്ട്. യെസ്, വെരി ഗുഡ്. ഇനി അപ്പൊ ഇത്രയും പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഇനി ഞാൻ അടുത്തിലോട്ട് പോവുകയാണ്. എത്തിക്കോ. അഞ്ജന or her sisters Sorry, sir. Anjana or her sisters dash gone to Madras. Dash gone to Madras. Okay. Bracket has ഉണ്ട്, have ഉണ്ട്. Okay. Has and have ഉണ്ട്. Yes. അപ്പൊ അവിടെ ഹാസ് ഹാവ് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഇതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷീ ഹാസ് എ പെൻ. ദേ ആണെങ്കിൽ ദേ ഹാവ് എ പെൻ. പ്ലൂറലിലൂടെ ഹാവ് വരുള്ളൂ, സിംഗുലറിലൂടെ ഹാസ് വരുള്ളൂ. ഈസ് നമ്മൾ സിംഗുലർ എന്ന് പറഞ്ഞില്ലേ, അത് ആകുന്നു എന്നുള്ള അർത്ഥത്തില്. ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അർത്ഥത്തില്. ഞാനിവിടെ പറഞ്ഞ വാചകം സുനിത, പിന്നെ അവളുടെ സഹോദരിമാര് ഡാഷ് ഗോൺ ടു മദ്രാസ്. ഹാവ് ആണ് തസ്ലീന പറഞ്ഞത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, ഹാവ് ആണ് അല്ലേ. അപ്പൊ സീന ജോസ് ഹാസ് പറഞ്ഞിട്ടുണ്ട്. ഹാസ്, ഓക്കെ. ജിനി, ശ്രീലക്ഷ്മി, അനീഷ അവരൊക്കെ ഹാവ് ആണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് നമ്മുടെ ഹാസ് പറഞ്ഞ ആളെന്ന് വിളിക്കാം. ആരാണ്? സീന ജോസ് അല്ലേ ഹാസ് പറഞ്ഞ? Sir, I said because they have gone already gone. That's the reason I used has. ഓക്കെ, അതല്ല, നമ്മള് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കും വേണ്ട. ഞാൻ ആ സെന്റൻസ് അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. നിങ്ങൾ അതിന്റെ അടിയിൽ വേറെ ഒന്നും എഴുതിയിരിക്കും. വേറെ സെന്റൻസ്, അഞ്ജന or her sisters dash going to Madras. Anjana or her sisters dash going to Madras. Okay, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആറുണ്ട്. സീന, ഇവിടെ എന്ത് വരും? ബ്രാക്കറ്റിൽ എന്താണ് സാർ? ഈസ് കോമ ആർ. It's is. Anjana or her sister is going to. Sorry. Is going to Madras. Anjana or her sisters ഈസ് വരും. അപ്പൊ ഓക്കെ, സീന നമുക്ക് വരാം. ജിനി വന്നിട്ടുണ്ട്, രമ്യ വന്നിട്ടുണ്ട്, ശ്രീലക്ഷ്മി, അമീഷ, അവരൊക്കെ ആറാണ് പറഞ്ഞത്. ഓക്കെ. അനീഷ പറഞ്ഞേക്കണ ആറ്. ഓർന്നില്ല സർ. ഓർ മീൻസ് അഞ്ജന ഓർ അവർ സിസ്റ്റർ മീൻസ് അഞ്ജന ഇല്ലെങ്കിൽ അവളെ സിസ്റ്റർ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല, സിസ്റ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. SISTERS ആണ് ആദ്യത്തെ പേര്. അഞ്ജന, പിന്നെ സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് നോ സർ, അതല്ല. അഞ്ജന ഓർ OR നോ യു റെഫറിങ് സർ?
യെസ്. അപ്പൊ നമുക്ക് വിളിക്കാം രമ്യ. രമ്യ രാജേഷ്. രമ്യയുടെ അഭിപ്രായത്തില് നമുക്ക് ഈ വാചകം രണ്ടാമത് പറഞ്ഞ വാചകം കൊടുക്കാം കേട്ടാ. അഞ്ജന ഓർ ഹെയർ സിസ്റ്റേഴ്സ് SISTRS ഡാഷ് ഗോയിങ് ടു മദ്രാസ്. അവിടെ ഈസ് വരും, ആറ് വരും. ആറാണോ? രണ്ട് ക്യാരക്ടേഴ്സ് അല്ലേ, അഞ്ജനയുണ്ട് പിന്നെ അവരുടെ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, എന്ത് വേണമെങ്കിൽ ആറ് വരും. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ R will come because sisters is there. S on learned it is R. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓർ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ, ഓർ എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് നമ്മൾ നോക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണ്ടേ, അതിന് മുമ്പുള്ളത് നോക്കണം. നോക്കിയേ, അഞ്ജന അത് ഒരാളുള്ളൂ. ഓർ അല്ലെങ്കിൽ അല്ല, ഈ ഓർ ഒരു പ്രശ്നക്കാരനായ വേർഡാണ്. ഹെയർ സിസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ് എന്നാ പറഞ്ഞത്, അപ്പൊ പ്ലൂറലായി. ആ സിസ്റ്റേഴ്സ് എന്നുള്ളതിന് പകരം സിസ്റ്റർ എന്നാണ് വിചാരിക്കും, അപ്പൊ സിംഗുലർ ആവും. ഈ ഓർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ ആ ഓർ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് ഏതാണോ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് മുമ്പുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ആ വശത്ത് വെക്കുമ്പോൾ മൈൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അഞ്ജന ഓർ ഹെയർ സിസ്റ്റേഴ്സ് അല്ല, ഓർ കഴിഞ്ഞിട്ട് പറഞ്ഞതാണ് ഹെയർ സിസ്റ്റേഴ്സ്, അവളുടെ സഹോദരിമാർ. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ടാണ്. യെസ്. ഇനി തൊട്ടുമുള്ളോട്ട് വരാം. അഞ്ജന ഓർ ഹെയർ സിസ്റ്റേഴ്സ് ഡാഷ് ഗോൺ ടു മദ്രാസ്. നോക്കി, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്. ഇനി പറഞ്ഞേ അവിടെ എന്ത് വരും? നിമ്മി അവിടെ നിന്ന് പോന്നു, മുകളിലത്തെ വാചകം. ആ ഓക്കെ, നിന്നു സിനു നവമി കറക്റ്റ് ആണ്. അപ്പൊ അവിടെ എന്ത് വരും? ഹാവ്. അതിന് മുകളിലെ വാചകം ഉണ്ട്, അഞ്ജന ഓർ ഹെയർ സിസ്റ്റേഴ്സ് ഹാവ് ഗോൺ ടു മദ്രാസ്. അപ്പൊ നിങ്ങൾ സൈഡിൽ എഴുതിയിട്ടോ, ഓർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന വാക്ക് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിച്ചാൽ മതി, അതിന് മുമ്പുള്ളത് സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കരുത്. ഓക്കെ, അതൊന്ന് സൈഡിൽ ഒന്ന് കുറിച്ച് വെച്ചിട്ട് ഞാൻ അടുത്തൊരു വാചകം പറയാം, അത് നിങ്ങൾ ശരിയാക്കുന്നു. എനിക്ക് my brothers or sister, SISTER, sister dash waiting, WAITING, dash waiting for me, ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആറുണ്ട്. യെസ്. ഓക്കെ. ഇപ്പൊ സംഗതി പിടികിട്ടിയല്ലോ. ഇവിടെ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ തോന്നും. കാരണം മൈ ബ്രദേഴ്സ് അല്ല, ആദ്യം കിടക്കുന്നത് മൈ ബ്രദേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ബ്രദേഴ്സിന്റെ പ്ലൂറലല്ലേ, അപ്പൊ അവിടെ കൊണ്ട് നമ്മൾ ആറ് വെക്കും. പക്ഷെ നമ്മൾ നോക്കണം, അവിടെ ഒരു ഓർന്ന് പറഞ്ഞൊരു സാധനം കിടക്കുന്നുണ്ട്. ആ ഓർ ഉണ്ടെങ്കിൽ ആ ഓർ കഴിഞ്ഞതിന് ശേഷമുള്ള വാക്കിനെ പിടിച്ചാൽ ഓക്കെ. മൈ ബ്രദേഴ്സ് ഓർ സിസ്റ്റർ അല്ല, സിസ്റ്റേഴ്സ് അല്ല, സിസ്റ്റർ ഒരാളുണ്ട്. അപ്പൊ ഓർ കഴിഞ്ഞതിന് ശേഷമുള്ളത് ഒരാളെ ഉള്ളൂ, സിംഗുലർ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഈസ് വരാൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയി. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് കോൺകോഡ് എന്താണെന്നാണ് പറഞ്ഞത്. കോൺകോഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ വെർബിന്റെ കൂടെ എസ് ചേർക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് മതി. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ ആറ് വരും. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ ഹാസ് മതി. സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ ഹാവ് വരും. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം. ചില സംഗതികൾ നമുക്ക് കാണുമ്പോൾ പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും ചിലപ്പോൾ അത് സിംഗുലർ ആയിരിക്കും. ചിലപ്പോൾ അത് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അതൊരു പക്ഷേ പ്ലൂറൽ ആയിരിക്കും.
ആ വക കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് there is a relationship between the subject used and the verb used. That relationship is called concord. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോർഡ് എന്ന് പറയുന്നത്. പറഞ്ഞതൊക്കെ പിടികിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് തീർന്നിട്ടില്ല, ഇതിനെ കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, യെസ്. പിന്നെ നിങ്ങളിങ്ങനെ ഫോണാക്കി വെച്ചിട്ടൊക്കെ പോകരുത്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ ഉണ്ടാവുന്നല്ലേ. കോൺകോഡിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ there is an agreement between അല്ലെങ്കിൽ the agreement between subject and verb. The agreement between subject and verb. ഒരു സെന്റൻസിൽ നമ്മൾ കാണുന്ന സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് കോൺകോർഡ്. യെസ്. അപ്പൊ ഓക്കെ, ഓറ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഈ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എല്ലാവരും കൂടി പറഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. ഓക്കെ രമ്യ, ഓക്കെ ദാസിനി, വെരി ഗുഡ്. ഇതാരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാൻ സാറേ പറഞ്ഞോട്ടെ. യെസ്, ക്യാരി ഓൺ. ഓക്കെ, അതിന് പറയാൻ പോയേ. ഓക്കെ, അതിനുള്ള ഒരു പരിപാടി. യെസ്, അതിനെ പറയുന്നുള്ളൂ. അതിനാ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. Daddy finger, where are you? Here I am, how do you do? Mummy finger, where are you? Here I am, how do you do? Brother finger, where are you? Here I am, how do you do? Sister finger, where are you? Here I am, how do you do? Baby finger, where are you? Here I am, how do you do? Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ആതിര. യെസ്, ലേറ്റ് ആയാലും വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവേ. ഓക്കെ ആതിര, വെരി ഗുഡ്. അക്സ പറഞ്ഞോളൂ. Good afternoon all. As we come to the end of the today class session, I would like to express our sincere gratitude to Job sir for the insightful and engaging class section. Your willingness to share your knowledge with us have been truly valuable. Your dedication ensured us a smooth and successful experience for everyone. Today we are discussed about the concord. There is an agreement between subject and verb. Your explanation and example is very helpful. Finally, a big thank you to all for attending and participating throughout the class session. Thank you. Okay, we will meet next day. Okay, bye. Thank you, sir. Thank you, sir. Okay. Thank you, sir.